ഈ കാലഘട്ടം ഇപ്പോൾ ജൻസികളുടെ കാലഘട്ടമാണ്. ഇപ്പോ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇപ്പോ CJP എന്ന പേരിലാണ് ഇപ്പോ അവർ രംഗത്ത് വന്നിരിക്കുന്നത്. നേപ്പാളിലും മറ്റു രാഷ്ട്രങ്ങളിലുമൊക്കെ ഈ ജൻസികൾ ഭരണകൂടങ്ങളെ തന്നെ തകർത്തെറിഞ്ഞ് അധികാരങ്ങൾ തന്നെ അവർ പറയുന്നിടത്ത് പിടിച്ചെടുക്കുന്ന സാഹചര്യങ്ങൾ വന്നിരിക്കുകയാണ്. നമ്മുടെ ഈ കൊച്ചുമക്കളാണ് തൊട്ട് പിറകെ വളർന്നു വലുതായിയാണ് ഈ ജൻസി യുഗം ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യയിലും അത് പടർന്നു പന്തലിക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കിയിട്ടുള്ളത്. ഒറ്റ ഇതിൽ തന്നെ കോടിക്കണക്കിന് ലൈക്കുകൾ അവർക്ക് കിട്ടുന്ന വിധത്തിലേക്ക് ഇന്ത്യയിലെ 40% യുവാക്കൾ ഒന്നടങ്കം ഒരൊറ്റ നിമിഷം കൊണ്ട് അവരുടെ പിന്നിൽ അണിചേരുന്ന സംഘാടനം കൂടി നടക്കുന്ന സാഹചര്യമാണ് ഇരിക്കുന്ന ആദരണീയരായ വ്യക്തിത്വങ്ങളെ, എനിക്ക് പേരെടുത്ത് പറയാൻ എല്ലാവരെയും അതിന്റെ സ്ഥാനങ്ങളും കാര്യങ്ങളും ഒന്നും അറിയില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതുകൊണ്ടാണ് ആദരണീയരായ ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ എന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ നമ്മുടെ ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയമുള്ളവരെ, യഥാർത്ഥത്തില് ഒരു സ്വാഗതവും അതുപോലെ തന്നെ ഈ നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വിവരണവും കേൾക്കാം, ഒപ്പം ഇതിൽ സംബന്ധിക്കാം എന്ന് കരുതിയാണ് 4 മണിക്ക് വന്നത്. അപ്പൊ ഞങ്ങൾക്ക് ലഭിച്ച അറിയിപ്പ് 4 മണിക്ക് എന്ന് തന്നെയായിരുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ 4 മണിക്ക് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ സാറിനോട് വന്നപ്പോ പറഞ്ഞു, പൊതുവിൽ എനിക്കൊരു സ്വഭാവം ടൈമിൽ തന്നെ എത്തുക എന്നുള്ളത് ഒരു സ്വഭാവമാണ് എന്നുള്ളത് കൊണ്ടാണ്. അത് നിസാറിനും അറിയാം, എന്റെ സുഹൃത്തായ അതുപോലെ നദീർ, ഇവരൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ച എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു നമുക്ക് 6 മണിക്ക് തുടങ്ങിയാൽ മതി, കുഴപ്പമില്ല. ഞാനത് അതുവരെ നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ കണ്ട് നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ കണ്ട് സംസാരിക്കാം എന്ന് തന്നെയാണ് കരുതിയത്. അപ്പോ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഏറ്റവും ആദ്യം തന്നെ ഒരു പ്രസംഗം ബ്ലോക്ക് മെമ്പർ എന്നുള്ള നിലയ്ക്ക് നടത്തേണ്ടി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്തായാലും ഇത്തരം വലിയൊരു വേദിയിൽ, പ്രത്യേകിച്ച് മന്ത്രിയും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട തങ്ങൾ ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഒരു വേദിയിൽ ആദ്യമായി സംസാരിക്കാൻ അവസരം തന്ന ഇതിന്റെ സംഘാടകരോട് ഞാൻ ആദ്യമായി എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് ആധികാരികമായി പറയാൻ എനിക്ക് കഴിയുന്നതല്ല, അതൊക്കെ ഇതിന്റെ മാനേജ്മെന്റും ആ സ്കൂളിന്റെ അധികാരികളും ഇവിടെ വിശദമായി പ്രതിപാദിക്കും എന്നുള്ളത് കൊണ്ട് അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. സുദീർഘമായ കാലത്തോളം പുത്തഞ്ചിറയിലെ പൊതുപ്രവർത്തന രംഗത്ത് നിന്നിരുന്ന ഒരു ആളെന്നുള്ള നിലയ്ക്ക് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം അതിന്റെ തുടക്കത്തിൽ അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് അത് കൂടുതൽ ശക്തമായി ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും അംഗീകരിക്കുന്ന ഒരു സ്ഥാപനമായി വളരട്ടെ എന്ന് ആദ്യമായി ഞാൻ ആശംസിക്കുകയാണ്. ഈ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്കകത്ത് ഇന്ന് ഇംഗ്ലീഷ് മീഡിയങ്ങളുടെ, ഞാനിപ്പോ രാവിലെ എന്റെ ബ്ലോക്ക് ഡിവിഷനിൽ വരുന്ന 8ഓളം വരുന്ന അംഗൻവാടികളിൽ 8ഓളം വരുന്ന അംഗൻവാടികളിൽ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് എന്നെ ക്ഷണിച്ചിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ടീച്ചറോടും അവിടുത്തെ ഹെൽപ്പറോടും അവിടെ കൂടിയിരിക്കുന്ന ആളുകളോടും ചോദിച്ചു, പുത്തഞ്ചിറയ്ക്കകത്ത് 19 അംഗൻവാടികളുണ്ട്, അതിൽ 8 അംഗൻവാടിയാണ് എന്റെ ഡിവിഷനിൽ വരുന്നത്. 2 കുട്ടികളൊക്കെയാണ് പുതിയതായി അഡ്മിഷന് ഈ അംഗൻവാടിയിലേക്ക് എത്തിയിട്ടുള്ളൂ. അപ്പോ കുട്ടികളില്ലാഞ്ഞിട്ടല്ല, കുട്ടികളെല്ലാം വിവിധ മേഖലകളിലേക്ക് നമ്മുടെ രക്ഷിതാക്കൾ പറഞ്ഞയച്ചിരിക്കുകയാണ്. 5 വയസ്സിൽ താഴെയുള്ള ആളുകളെ. LP സ്കൂളുകളും അംഗനവാടികളും തുടങ്ങിയപ്പോൾ സർക്കാരിന്റെയും അതുപോലെ തന്നെ നമ്മുടെ അധികാരികളുടെയും ലക്ഷ്യം
5 വയസ്സിൽ താഴെയുള്ള കുട്ടികളെന്ന് പറഞ്ഞാൽ അവർ ഈ ലോകത്ത് അവരുടെ ബുദ്ധിശക്തിയുടെ 90% ഗ്രഹിക്കുന്ന സമയമാണ്. അതുകൊണ്ട് അവർ ദീർഘയാത്ര ചെയ്യാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് കേരളത്തിലെ എല്ലായിടത്തും 1 കിലോമീറ്റർ ചുറ്റളവിൽ LP സ്കൂളുണ്ട്. നമ്മുടെ കുട്ടികൾ കിലോമീറ്ററുകളോളം യാത്ര ചെയ്ത് പഠിക്കുന്നത് അവരുടെ ബുദ്ധി വികാസത്തെ ബാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുള്ളത്. അംഗനവാടി എന്ന് പറഞ്ഞാൽ അതിനേക്കാളും തൊട്ടടുത്താകണം. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് എടുത്തുകൊണ്ടുപോയി അമ്മമാർക്ക് കൊണ്ടുപോകാൻ കഴിയുന്നതും അവരെ നടത്തിക്കൊണ്ടുപോകാൻ കഴിയുന്നതുമായ ഒരു ചെറിയ ചുറ്റുവട്ടത്തിനാണ് അംഗൻവാടികൾ ഉള്ളത്. നമ്മുടെ പഞ്ചായത്തിൽ ഇംഗ്ലീഷ് മീഡിയം എന്നുള്ള നിലയിലേക്ക് അതിൻ്റെ ഒരു കൃത്യതയോടെ അഡ്രസ് ചെയ്തുകൊണ്ടൊരു സ്ഥാപനം യഥാർത്ഥത്തിൽ നിലവിലില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അന്വേഷിച്ചപ്പോൾ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള LKGയും പ്ലേ സ്കൂളുമാണ് ഇവിടെ ആരംഭിക്കുന്നതെന്ന് അറിയുവാൻ വേണ്ടി കഴിഞ്ഞു. തീർച്ചയായും പുത്തഞ്ചിറ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ആദ്യ ചുവടുവയ്പ്പാണ്. ആ ചുവടുവയ്പ്പിൽ എല്ലാവിധ നന്മകളും ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ പൂർവികരും നമ്മുടെ ഭരണകർത്താക്കളും ആഗ്രഹിച്ചത് ഈ നാട്ടിലെ കൊച്ചുമക്കൾക്ക് അധികം ദൂരയാത്രകൾ ചെയ്യാതെ ലഭ്യമാക്കുവാൻ കഴിയുന്ന സാഹചര്യം ഈ സ്ഥാപനത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കാലഘട്ടം ഇപ്പോൾ ജൻസികളുടെ കാലഘട്ടമാണ്. ഇപ്പോ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇപ്പോ CJP എന്ന പേരിലാണ് ഇപ്പോ അവർ രംഗത്ത് വന്നിരിക്കുന്നത്. നേപ്പാളിലും മറ്റു രാഷ്ട്രങ്ങളിലുമൊക്കെ ഈ ജൻസികൾ ഭരണകൂടങ്ങളെ തന്നെ തകർത്തെറിഞ്ഞ് അധികാരങ്ങൾ തന്നെ അവർ പറയുന്നിടത്ത് പിടിച്ചെടുക്കുന്ന സാഹചര്യങ്ങൾ വന്നിരിക്കുകയാണ്. നമ്മുടെ ഈ കൊച്ചുമക്കളാണ് തൊട്ട് പിറകെ വളർന്നു വലുതായിയാണ് ഈ ജൻസി യുഗം ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യയിലും അത് പടർന്നു പന്തലിക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കിയിട്ടുള്ളത്. ഒറ്റ ഇതിൽ തന്നെ കോടിക്കണക്കിന് ലൈക്കുകൾ അവർക്ക് കിട്ടുന്ന വിധത്തിലേക്ക് ഇന്ത്യയിലെ 40% യുവാക്കൾ ഒന്നടങ്കം ഒരൊറ്റ നിമിഷം കൊണ്ട് അവരുടെ പിന്നിൽ അണിചേരുന്ന സംഘാടനം കൂടി നടക്കുന്ന സാഹചര്യമാണുള്ളത്. ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങളെക്കുറിച്ചോ സമാധാനങ്ങളെക്കുറിച്ചോ വിദ്യാഭ്യാസത്തെക്കുറിച്ചോ മറ്റിതര സാംസ്കാരിക പ്രവർത്തനങ്ങളെക്കുറിച്ചോ അല്ല അവർ ചിന്തിക്കുന്നത്. പുതിയ കാലഘട്ടത്തിന്റെ രീതികൾക്കനുസരിച്ച് ചിന്തിക്കാൻ ഈ പഴയ തലമുറ തയ്യാറാകുന്നില്ല. ഞങ്ങൾക്ക് വേണ്ടിയുള്ള യുഗം ആരംഭിക്കണമെന്ന് പറയുന്ന വർത്തമാന കാലഘട്ടത്തിലാണ് നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം ദീർഘിപ്പിക്കുന്നതിൽ ഒരു പോയിന്റ് പറയുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. ഈ വർത്തമാന കാലഘട്ടത്തിൽ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ, കോളേജിൽ പഠിക്കുമ്പോൾ, നിസാർ പഠിക്കുമ്പോൾ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചത് എന്തെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം സുപ്രധാനമാണ്. എന്തിനാണ് ഞാൻ ഈ കണക്കും പൈത്തഗോറസ് സിദ്ധാന്തങ്ങളും എല്ലാം പഠിച്ചത്? അതുപോലെ തന്നെ മാഷ് ഹിന്ദി പഠിപ്പിക്കുന്ന മാഷാണ്. കുറെ പഠനങ്ങൾ നടത്തിയവരാണ് നമ്മളെല്ലാം. ഡിഗ്രിയും ഇതൊക്കെ എടുത്ത് ജീവിതത്തിന്റെ പരിവരുത്ത യാഥാർത്ഥ്യങ്ങളിലേക്ക് നാം കടക്കുമ്പോൾ പഠിച്ചതൊന്നും ആവശ്യമില്ലാതെ വരുന്ന സാഹചര്യങ്ങളാണ് ലോകത്ത് നിലനിൽക്കുന്നത്. അതുകൊണ്ട് എന്റെ പോയിന്റ് ഇതാണ്. ഇവിടെ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസം വളർന്നു വരുമ്പോൾ കുട്ടികൾ പറയരുത് എനിക്കത് വേണ്ടായിരുന്നു എന്ന്. 3.5 വയസ്സായും 5 വയസ്സുമായ കുട്ടി ഒരിക്കലും നമ്മളോട് തർക്കിക്കാൻ നിൽക്കില്ല. ഇന്ന് നമ്മൾ പറയുന്നതെല്ലാം അവർ കേൾക്കും. പക്ഷേ വളർന്നു വലുതാകുമ്പോൾ അവൻ പറയരുത് എന്റെ 10 കൊല്ലം പോയി നഷ്ടപ്പെട്ടു, എന്തിനാണ് ഞാനിതെല്ലാം പഠിച്ചത്, എന്റെ ജീവിതത്തിൽ എനിക്ക് യാതൊരു പ്രയോജനവുമില്ല എന്ന് നമ്മുടെ കൊച്ചുമക്കൾ പറയാതിരിക്കുന്ന സാഹചര്യം നമുക്ക് വളർത്തിയെടുക്കണം. അതുകൊണ്ട് ആധുനിക കാലഘട്ടത്തിനും പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾക്കും അനുസരിച്ച് പുതിയ കാലഘട്ടത്തിന്റെ രീതിയിൽ ചന്ദ്രനിൽ ഒരു സമ്പന്നൻ പുതിയ വീട് വെക്കാൻ വേണ്ടി പോകുന്ന ഈ വർത്തമാന കാലഘട്ടത്തിൽ നമ്മുടെ കൊച്ചുമക്കളെ ആ കാലഘട്ടത്തിന്റെ രീതികൾക്കനുസരിച്ചുള്ള പഠനം നടത്തുവാൻ ഇവിടെ കഴിയണം. അത് മതം അതിൽ വന്നു എന്നുള്ളത് കൊണ്ട് യാതൊരു പ്രയാസവും നമുക്കാർക്കും ഉണ്ടാകേണ്ട കാര്യമില്ല. ഒരു സ്ഥലത്തും ഒരു മതവും നന്മയല്ലാതെ മറ്റൊന്നും പഠിപ്പിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട്
മതബോധനത്തില് യാതൊരു കുഴപ്പവുമില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷേ ആ മതം പറയുന്നതാണോ ആ മതത്തിന്റെ ഒരു വിഭാഗം ചെയ്യുന്നത് എന്നുള്ളത് മാത്രമാണ് ഇവിടെ പ്രശ്നമുണ്ടാകുന്നത് എന്നുള്ളത് കൊണ്ട് അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് ഒരു ജൻസി യുഗം വരാൻ വേണ്ടി 15 കൊല്ലം, ഇപ്പോൾ പഠിപ്പിക്കുന്ന കുട്ടികൾ 15 കൊല്ലം കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ പഠിച്ചതെല്ലാം എനിക്ക് ഉപകാരമായിരുന്നു എന്ന് വരുന്ന വിധത്തിലേക്ക് നിസാറിന്റെ നേതൃത്വത്തിലുള്ള ഈ മാനേജ്മെന്റിന്റെ 14 പേരും ഈ കാര്യം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് വരാനിരിക്കുന്ന ലോകത്ത് എന്തെങ്കിലുമൊക്കെ ആയിത്തീരുവാൻ വേണ്ടിയുള്ള വലിയ ജിജ്ഞാസാഭരിതമായ വിദ്യാഭ്യാസം കൊടുക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് അഭിമാനിക്കുവാൻ കഴിയട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് എല്ലാ നന്മകളും ഈ നല്ല സംരംഭത്തിന് നൽകുന്നു. ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തുകൊണ്ട് എല്ലാവിധ ആശംസകളും എല്ലാവർക്കും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് അഭിവാദനങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും